പരിചയപ്പെട്ട നീ അവളെ ബന്ധുവൊന്നും അല്ലല്ലോ. ആ ബന്ധുവല്ലെന്ന് ഞാനും പറഞ്ഞല്ലേ, ബന്ധുവല്ലെന്ന് അന്നിടത്ത് ഞാൻ പറഞ്ഞല്ലേ ബന്ധുവല്ലെന്ന്. പിന്നെ നിങ്ങൾ എങ്ങനെ പരിചയം? അതല്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാവുന്ന ഈ ഒരാളെ നീക്ക് എങ്ങനെ അറിയാം? നീ അറിയാന്ന് പറഞ്ഞ നീ ആര് പാതി പറഞ്ഞ കാര്യമില്ലല്ലോ. നീ എങ്ങനെ അറിയും? നീ എന്തിനുണ്ടാക്കി ഇവിടെ വന്നാ? നീ എന്തിനുണ്ടാക്കണ്ട ഇവിടെ വന്നാ? എന്തേലും പറ്റിപ്പോയി? എന്തിനാ വിളിച്ചാ? നിന്റെ കുഞ്ഞമ്മേരെ മോളാങ്ങാനോ? അല്ലല്ല. ആ അല്ല. പിന്നെ ഈ പാതിരാത്രി ഇങ്ങനെ ഇവിടെ എല്ലാരും ഇങ്ങനെ താമസിക്കുന്നേ ഇല്ലേ? പിന്നെ കാരണോടെ ഇങ്ങനെ ഒരു സീനുണ്ടോ? നീ ചെറുപ്പക്കാരൻ പയ്യൻ തന്നെ. ആ നിനക്കൊരു ഭാവി ഉള്ളതാണോ? നിനക്കൊരു കുടുംബം ഉള്ളതാണോ? നീ കല്യാണം കഴിച്ച? ഇതിനു മുമ്പ് നീ രാവിലെ 11 മണിക്ക് ഇവിടെ വണ്ടി കൊണ്ടിട്ട് ആൾക്കാർ ഇത് കണക്ക് നിന്നെ പിടിക്കാൻ വന്നിട്ടില്ലേ? ഉള്ളത് കണക്ക് നീ പറയണം. ഉണ്ട് ഉണ്ട്. പിന്നെ ഇപ്പൊ എന്ത് ഇവിടെ ഉള്ളവരൊക്കെ വേറെ മറ്റവന്മാരാന്ന് ഉയർന്നോ നീ വന്നാ? എടാ ഒരു സൊസൈറ്റി അല്ലേടാ? അപ്പൊ നീ ആരും അല്ലല്ലോ. അല്ല, അതറിഞ്ഞാ പിന്നെ അവളുടെ അടുത്ത് വായും കൊണ്ട് മിണ്ടായിരിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇത് ഇന്നലെ രാത്രി ഞങ്ങളെ വീടിനടുത്ത് നടന്ന സംഭവമാണ് കേട്ടോ. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇത് പല ആവർത്തിയായി. ഇവർ അതായത് ഇവരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീയുടെ തൊഴിലെന്ന് പറഞ്ഞാൽ ഇവർ ഭർത്താവും കൂടെ വാറ്റും ചെയ്യുക, കഞ്ചാവ് കച്ചവടം ചെയ്യുക. കഞ്ചാവ് കച്ചവടം നടത്തിയ പല ചെറുപ്പക്കാരന്മാരെ ഇവരെ വലയിലാക്കി, ഇവരെ അധീനതയിലാക്കി അവരുടെ ക്യാഷ് തട്ടുക, ഇതൊക്കെയാണ് അവരുടെ ജോലി. ഇവർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വിഷയങ്ങളായി നാട്ടുകാർ ഇവിടുന്ന് ഓടിച്ചു തന്നെയാണ്. ഓടിച്ചിട്ടിപ്പം ഏകദേശം 1 മാസത്തോളം അടുപ്പിച്ചായി. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അവരെ ഓടിച്ച വീട്ടിൽ, അതായത് അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഈ പയ്യനെയും കൊണ്ട് രാത്രി 8:30 മണിക്ക് കയറിയതാണ് ഈ സ്ത്രീ. 8:30 മണി കഴിഞ്ഞിട്ടും 9 മണി കഴിഞ്ഞിട്ടും ഇവർ ഇറങ്ങുന്നില്ല. അവസാനം നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പിടിച്ച് നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെന്നിട്ട് നാട്ടുകാരുടെ നേരത്തെ ഇവർ കയർത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് പോലീസിനെ പിടിച്ചു. ഇവരിവിടെ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇപ്പോഴിത് യൂട്യൂബിൽ എനിക്ക് മുഖം മറച്ചിടേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടത് മുഖം മറയ്ക്കാതെ ചെയ്യണമെന്നാണ്. പക്ഷേ എൻ്റെ ഒരു മര്യാദ കൊണ്ട് ഞാൻ മുഖം മറച്ചിടുന്നതേ ഉള്ളൂ. മുഖം മറയ്ക്കാത്ത വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് പ്രവൃത്തികൾ. ഇപ്പം കള്ളവെടി ഒരു കുറ്റമൊന്നുമല്ല, പക്ഷേ ഒരാളുടെ വീട് അല്ലെങ്കിൽ ഒഴിഞ്ഞിടക്കുന്ന വീടൊന്നും അല്ല അതിന് ഉപയോഗിക്കേണ്ടത്. അതും ഒരു സമൂഹത്തിൽ, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ആ സൊസൈറ്റി ജീവിക്കുമ്പോൾ മര്യാദകളുണ്ട്, അത് പാലിക്കണം.